ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ വ്യക്തിപരമായി അവഹേളിച്ചതിന്റെ പേരിൽ മന്ത്രി കെ.സി. ജോസഫിനെതിരെ കേസെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ക്രിമിനൽ കോടതിയലക്ഷ്യ കേസാണ് മന്ത്രി കെ.സി. ജോസഫിനെതിരെ ചുമത്തിയത്. ഈ മാസം 16-ന് കെ.സി. ജോസഫിനോട് നേരിട്ട് ഹാജരാകാനും കോടതി ആവശ്യപ്പെട്ടു. ശിവൻകുട്ടി എം.എൽ.എ. നൽകിയ പരാതിയിലാണ് നടപടി. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സമീർ വാഴങ്ങോട് ചേരുന്നു. സമീർ, കുറ്റപത്രം നൽകും മന്ത്രി കെ.സി. ജോസഫിന്? തീർച്ചയായും കെ.സി. ജോസഫിനെതിരെ കുറ്റപത്രം നൽകാൻ തന്നെയാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കെ.സി. ജോസഫ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെതിരെ നടത്തിയിട്ടുള്ള പരാമർശമാണ് ഇത്തരമൊരു സംഭവത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ജസ്റ്റിസിനെതിരെ ചായത്തൊട്ടിയിൽ വീണ കുറുക്കൻ എന്ന പരാമർശമായിരുന്നു ഫേസ്ബുക്കിൽ ഇട്ടിരുന്നത്. നേരത്തെ മുൻ മന്ത്രി കെ.എം. മാണിക്കെതിരായ ബാർകോഴ കേസ് പരിഗണിക്കുന്ന വേളയിൽ വിജിലൻസിന് സ്വയംഭരണാവകാശം നൽകുന്ന കാര്യം പരിഗണിക്കണം എന്നും അതോടൊപ്പം തന്നെ ഇതിനായി പ്രത്യേകമായിട്ടുള്ള ക്യൂറിയെ നിയമിക്കണമെന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടിരുന്നു. അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ജനറലിന് കീഴിൽ പ്രവർത്തിക്കുന്ന സർക്കാർ അഭിഭാഷകർ പലരും അബ്കാരികളുടെ നോമിനികളാണ് എന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ പരാമർശങ്ങൾക്ക് എതിരെയാണ് മന്ത്രി കെ.സി. ജോസഫ് തന്റെ ഫേസ്ബുക്ക് പേജിൽ ജസ്റ്റിസിനെതിരെ വളരെ മോശമായ രീതിയിലുള്ള ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഈ ഒരു പരാമർശം നടത്തിയിരുന്നത്. ചായത്തൊട്ടിയിൽ വീണ കുറുക്കൻ എന്ന പരാമർശമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനെതിരെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉള്ള നടപടികളിലാണ് നൽകിയത്. മന്ത്രി കെ.സി. ജോസഫിനെതിരെ ക്രിമിനൽ കോടതിയലക്ഷ്യത്തിന് കേസ്. ഹൈക്കോടതിയാണ് കേസെടുത്തത്. വിവരങ്ങളാണ് സമീർ വാഴങ്ങോട് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ടീം സോളാറിന്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും പിന്നിൽ മുഖ്യമന്ത്രിയെന്ന് സരിത സോളാർ കമ്മീഷനിൽ മൊഴി നൽകി. അട്ടക്കുളങ്ങര ജയിലിൽ വെച്ച് എഴുതിയ വിവാദ കത്ത് മുദ്രവെച്ച കവറിൽ നൽകാമെന്നും സരിത സോളാർ കമ്മീഷനോട് സമ്മതിച്ചു. ബെന്നി ബെഹനാന് 5 ലക്ഷവും PC വിഷ്ണുനാഥിന് 2 ലക്ഷം രൂപയും നൽകിയെന്നും സരിത കമ്മീഷനെ അറിയിച്ചു. നവംബറിലാണ് പാർട്ടി പ്രവർത്തന ഫണ്ടിലേക്കായി ബെന്നി ബെഹനാന് 5 ലക്ഷം രൂപ നൽകിയതെന്ന് സരിത പറഞ്ഞു. മാനവിക യാത്ര നടത്തിപ്പിനായി PC വിഷ്ണുനാഥിന് 2 തവണയായി 2 ലക്ഷം രൂപയും നൽകി. ഇതിനു പുറമെ പല രാഷ്ട്രീയ നേതാക്കളും കമ്പനിയിൽ നിന്ന് സംഭാവന സ്വീകരിച്ചതിൻ്റെ തെളിവുകൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണെന്നും അത് ലഭിച്ചാൽ കമ്മീഷനിൽ ഹാജരാക്കുമെന്നും സരിത പറഞ്ഞു. ചെറിയ പദ്ധതികളിൽ കേന്ദ്രീകരിക്കാതെ വലിയ പദ്ധതികൾ തുടങ്ങാനും അതിനുവേണ്ട സഹായങ്ങൾ നൽകാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞതായി ബിജു രാധാകൃഷ്ണൻ പറഞ്ഞത് ശരിയാണ്. ടീം സോളാറിൻ്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും കാരണം മുഖ്യമന്ത്രിയാണെന്നും സരിത കമ്മീഷനിൽ മൊഴി നൽകി. ടീം സോളാറിൻ്റെ പദ്ധതികൾക്കായി പാലക്കാട് കിൻഫ്രയിലെ 110 ഏക്കർ സ്ഥലം വിട്ടുതരുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നുവെന്നും ഇതിനായി 1,90 ലക്ഷം രൂപ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ടെന്ന് നേരത്തെ താൻ മൊഴി നൽകിയിട്ടുണ്ടെന്നും സരിത പറഞ്ഞു. ഇടുക്കി കൈലാസപ്പാറയിലെ പദ്ധതിക്കും മുഖ്യമന്ത്രി സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ മുദ്രവെച്ച കവറിൽ കമ്മീഷൻ അടുത്ത സിറ്റിംഗിൽ കൈമാറുമെന്നും സരിത പറഞ്ഞു. ചില കാര്യങ്ങൾ ഞാൻ പബ്ലിക്കായിട്ട് ഒരു ഡിസ്കഷന് തയ്യാറല്ലാത്ത ചില സബ്ജക്ട്സ് ഉണ്ട്. ആ സബ്ജക്ട്സിനെ പറ്റിയിട്ട് അതിൻ്റെ നിജസ്ഥിതി, ഓരോ ആരോപണങ്ങളുണ്ട്, അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് കോൺഫിഡൻഷ്യലായിട്ടുള്ള ഒരു കവറിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ മറ്റൊരു എവിഡൻസ്, അത് എൻ്റെ കേസിൻ്റെ നിലനിൽക്കുന്ന എൻ്റെ കേസിനെ ബാധിക്കുന്ന ചില കാര്യങ്ങളാകാമെന്നുള്ളതുകൊണ്ട് അതും ഞാനൊരു സീൽഡ് കവറിൽ കമ്മീഷനെ ഏൽപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. സോളാർ കേസ് അന്വേഷണ സംഘത്തോട് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ ഫോണിൽ മുഖ്യമന്ത്രിയോട് സംസാരിച്ചതടക്കമുള്ള കാര്യങ്ങൾ താൻ പറഞ്ഞിട്ടുണ്ടെന്നും സരിത മൊഴി നൽകി. നാളെ സരിതയ്ക്ക് കോയമ്പത്തൂർ കോടതിയിൽ ഹാജരാകേണ്ടതിനാൽ സരിതയുടെ വിസ്താരം മറ്റന്നാളത്തേക്ക് മാറ്റി. എച്ച് ഷാജഹാനോടൊപ്പം KM ഉമേഷ്, കൊച്ചി. ഇത്രമാത്രം തുറന്നുകാട്ടപ്പെട്ട ഒരാൾക്ക് എങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാനാകുമെന്ന് പിണറായി വിജയൻ ചോദിച്ചു. ഉമ്മൻചാണ്ടി ഉടൻ രാജിവെക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഇത്രമാത്രം തുറന്നുകാട്ടപ്പെട്ട ഒരു മനുഷ്യന് എങ്ങനെ മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ പറ്റും? ഏതെങ്കിലും ഒരു വശത്തൂടെയല്ല, എല്ലാ വശത്തൂടെ നോക്കിയാലും സ്ഥാനത്തിരിക്കാൻ അർഹതയില്ലാത്തയാളാണ് ഉമ്മൻചാണ്ടി. പ്രധാനമന്ത്രിക്കെതിരെ ആയുധ കച്ചവടക്കാരൻ്റെ വെളിപ്പെടുത്തൽ. കടൽക്കൊലക്കേസിൽ ഇറ്റാലിയൻ നാവികരെ രക്ഷപ്പെടുത്താമെന്നും പകരം ഹെലികോപ്റ്റർ ഇടപാടിൽ സോണിയാഗാന്ധിയുടെ കുടുംബത്തിനുള്ള ബന്ധം വ്യക്തമാക്കുന്ന തെളിവ് നൽകണമെന്നും മോദി ആവശ്യപ്പെട്ടതായാണ് വെളിപ്പെടുത്തൽ. കടൽക്കൊലക്കേസിൽ നാവികരെ വിട്ടയച്ച് ഇന്ത്യയും ഇറ്റലിയും ധാരണയിലെത്താൻ ശ്രമിക്കുന്നതിന്റെ പിന്നാമ്പുറ രഹസ്യമാണ് വെളിച്ചത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ വിചാരണ നേരിടുന്ന 2 നാവികരെയും വിട്ടയക്കും. പക്ഷേ പ്രത്യുപകാരമായി UPA സർക്കാരിന്റെ കാലത്ത് നടന്ന അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ പ്രതിരോധ ഇടപാടിൽ സോണിയാഗാന്ധിയുടെയും കുടുംബത്തിന്റെയും പങ്ക് വ്യക്തമാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കൈമാറണം. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കമ്പനി ഉടമകളുമായി സോണിയ കുടുംബത്തിലെ നേതാക്കൾക്കുള്ള ബന്ധം തെളിയിക്കുന്ന രേഖകളാണ് വേണ്ടതെന്നും മോദി ആവശ്യപ്പെട്ടു. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ മോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി മാറ്റോ റെൻസിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ മോദി പുതിയ നിലപാട് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയെ അറിയിച്ചു. ഇക്കാര്യം കടൽക്കൊലക്കേസ് പരിഗണിക്കുന്ന ഹാംബർഗിലെ അന്താരാഷ്ട്ര ട്രിബ്യൂണലിന് മുന്നിൽ
ബ്രിട്ടീഷ് ആയുധ വ്യാപാരിയായ ക്രിസ്ത്യൻ മിഷേലാണ് വെളിപ്പെടുത്തിയത്. ഇക്കഴിഞ്ഞ ഡിസംബർ 23-ന് ഇദ്ദേഹം ട്രിബ്യൂണലിന് അയച്ച കത്തിലും നീക്കത്തെക്കുറിച്ച് അറിയിച്ചിരുന്നു. ഹെലികോപ്റ്റർ ഇടപാടിൽ ഇന്ത്യ അന്വേഷിക്കുന്ന ആയുധ വ്യാപാരിയാണ് ക്രിസ്ത്യൻ മിഷേൽ. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരുവനന്തപുരം വക്കത്ത് യുവാവിനെ അടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഴുവൻ പ്രതികളും പോലീസ് പിടിയിലായി. സതീഷ്, സന്തോഷ്, വിനായക്, കിരൺ എന്നിവരാണ് അറസ്റ്റിലായത്. നടക്കിയ സംഭവം അരങ്ങേറിയത് വക്കം മണക്കാട് വീട്ടിൽ ഷബീറാണ് നടുറോഡിൽ 4 പേരുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായത്. തിങ്കളാഴ്ച ഉച്ചയോടെ ഷബീർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വക്കം കിഴക്കേ ജമാഅത്ത് ഖബറിസ്ഥാനിൽ കബറടക്കി. അക്രമദൃശ്യങ്ങൾ നാട്ടുകാരിലൊരാൾ മൊബൈലിൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതോടെയാണ് സംഭവം പുറംലോകമറിഞ്ഞത്. വക്കം കടക്കാവൂർ സ്വദേശികളായ സന്തോഷ്, സതീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. വക്കത്തേക്ക് ബൈക്കിൽ വരികയായിരുന്ന ഷബീറിനെയും സുഹൃത്ത് ഉണ്ണികൃഷ്ണനെയും തള്ളിവീഴ്ത്തിയ ശേഷമായിരുന്നു ആക്രമണം. തലക്കടിയേറ്റ ഷബീർ റോഡിൽ വീണു. പിന്നീട് കാലിൽ പിടിച്ചുവെച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മുൻ വൈരാഗ്യമാണ് ഷബീറിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. പരിക്കേറ്റ ഉണ്ണികൃഷ്ണൻ ആശുപത്രി വിട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഗുണ്ടാരാജെന്ന് പിണറായി വിജയൻ. സംസ്ഥാനത്ത് ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണെന്നും ഇതിനുദാഹരണമാണ് ഇന്നലെ വക്കത്തും നെടുമങ്ങാടും നടന്ന സംഭവങ്ങളെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. നമ്മുടെ സംസ്ഥാനത്തെ പോലീസിൻ്റെ കടമ നിറവേറ്റാനാകുന്നില്ല. വിജിലൻസിൻ്റെ കടമ തന്നെ നിറവേറ്റാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ പോലീസിൻ്റെ കാര്യം പറയാനുണ്ട്. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും ആരോപിച്ചു. അഴിമതി സർക്കാരിനെ താങ്ങി നിർത്തുന്നതിലും അതിനെതിരെ ഉയരുന്ന സമരങ്ങളെ അടിച്ചമർത്തുന്നതിലുമാണ് പോലീസിന് ശ്രദ്ധയെന്നും VS അച്യുതാനന്ദൻ കുറ്റപ്പെടുത്തി. നാട്ടിൽ ഗുണ്ടകൾ അഴിഞ്ഞാടുമ്പോൾ DGP കുട്ടികളെപ്പോലെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് കളിക്കുകയാണെന്നും VS വിമർശിച്ചു. കേരളത്തിലെ പോലീസിന് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ അഴിമതി കേസുകൾ ഒതുക്കി തീർക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ. വർഗീയ സംഘർഷം സൃഷ്ടിക്കുവാനുള്ള വടക്കേ ഇന്ത്യയിലെ RSS BJP അഴിഞ്ഞാട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ ഗുണ്ടകൾ വിലസുന്നത്. ഇങ്ങനെ നാട്ടിലാകെ ഗുണ്ടകൾ അഴിഞ്ഞാട്ടം നടത്തിയിട്ടും DGP കോളേജ് കുട്ടികളെപ്പോലെ ഫേസ്ബുക്കിൽ കളിച്ചു നടക്കുകയാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ പദവി DGP ലോ ആൻഡ് ഓർഡർ എന്നതിന് പകരം DGP ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് തിരുത്തുന്നത് നന്നായിരിക്കും. അതിലും രസം ഇതൊക്കെ കണ്ടിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ചർമ്മകാഠിന്യമാണ് കഷ്ടം. റബ്ബർ ഇറക്കുമതി നിരോധനത്തെക്കുറിച്ച് ജോസ് കെ മാണി MPക്ക് ഉറപ്പൊന്നും നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. വിലസ്ഥിരത ഫണ്ടിലേക്ക് 500 കോടി രൂപ അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചുവെന്ന് ജോസ് കെ മാണിയുടെ പ്രസ്താവന തെറ്റെന്നും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. റബ്ബർ പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ഉറപ്പുകൾ നൽകിയതായി ഇന്നലെ ജോസ് കെ മാണി MP അവകാശപ്പെട്ടിരുന്നു. റബ്ബർ വിഷയത്തിൽ കോട്ടയത്ത് നടത്തിയ നിരാഹാര സമരത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഇടപെട്ടെന്നും ആവശ്യപ്പെട്ട ഉറപ്പുകൾ ലഭിച്ചുവെന്നുമാണ് ഇന്നലെ ജോസ് കെ മാണി ദില്ലിയിൽ അവകാശപ്പെട്ടത്. കേന്ദ്ര ആരോഗ്യമന്ത്രിയും BJPയുടെ കേരളത്തിന്റെ സംഘടനാ ചുമതലയുമുള്ള JP നഡ്ഡയുടെ ഓഫീസിൽ വെച്ച് കേന്ദ്ര വാണിജ്യമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു ജോസ് കെ മാണിയുടെ അവകാശവാദം. ദില്ലി കേരള ഹൗസിൽ മാധ്യമങ്ങളെ വിളിച്ച് അക്കാര്യം ആവർത്തിക്കുകയും ചെയ്തു. അഡ്വാൻസ് ലൈസൻസിംഗ് പ്രകാരമുള്ള ഇമ്പോർട്ട് 31 വരെയുള്ള നിർത്തലാക്കിയത് അടുത്ത 1 വർഷത്തേക്ക്, അത് മാർച്ച് 31-ാം തീയതി അതിന്റെ ഓർഡേഴ്സ് ഫർദറായിട്ട് ചെയ്യാം എന്നുള്ളതാണ് വാണിജ്യ വകുപ്പും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചില കാര്യങ്ങളിൽ അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ജോസ് കെ മാണിയുടെ ഈ വാക്കുകളോട് ഇന്ന് മാധ്യമങ്ങളെ കണ്ട കേന്ദ്ര വാണിജ്യമന്ത്രി നിർമ്മല സീതാരാമൻ പ്രതികരിച്ചതിങ്ങനെ: I have not promised anything to anybody. I've heard him out. There is no time frame for anything. He's met me only yesterday. He has given me his inputs. ജോസ് കെ മാണിയുടെ അവകാശവാദങ്ങളെ മന്ത്രി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അനിശ്ചിതകാല നിരാഹാര സമരത്തിന് തീയതി നിശ്ചയിച്ച് വേദി ബുക്ക് ചെയ്തതും പോലീസ് ഇടപെട്ടതോടെ സമരം അവസാനിപ്പിച്ചതും നേരത്തെ ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ നൽകാത്ത ഉറപ്പുകൾ ലഭിച്ചുവെന്ന ജോസ് കെ മാണിയുടെ പ്രസ്താവന. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി.
പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് എറണാകുളം ജില്ലയിലാണ് പര്യടനം നടത്തുന്നത്. അല്പസമയത്തിനുള്ളിൽ മറൈൻ ഡ്രൈവിലേക്ക് മാർച്ച് എത്തും. വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സാലി, മലബാറിൽ നിഷ്പക്ഷ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ജനപങ്കാളിത്തമുണ്ടായി. അവരുടെ പാർട്ടിക്ക് പുറത്തു നിന്നുള്ള പിന്തുണ പോലും നവകേരള മാർച്ചിന് നേടുകയുണ്ടായതായി നാം കണ്ടു. എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങനെ, മറൈൻ ഡ്രൈവ് എങ്ങനെ, വിവരങ്ങൾ, വിശദാംശങ്ങൾ? അജിംഷാദ്, മലബാറിൽ കണ്ട സമാന കാഴ്ചകൾക്കാണ് എറണാകുളം ജില്ലയിൽ സാക്ഷിയാവുന്നത്. കാരണം വലിയ തോതിൽ ജനക്കൂട്ടം ഇന്നും സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനകം എറണാകുളം ജില്ലയിലെ ആദ്യ ദിവസത്തെ പര്യടനത്തിന്റെ സമാപനമാകും മറൈൻ ഡ്രൈവിൽ ഇപ്പോൾ തന്നെ ജനസമുദ്രമായി കഴിഞ്ഞു. 10,000 മറൈൻ ഡ്രൈവിൽ ഒത്തുചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം ജാഥാ നായകൻ പിണറായി വിജയൻ മറൈൻ ഡ്രൈവിലെത്തും. ഇപ്പോൾ തന്നെ യോഗം ആരംഭിച്ചു. മറ്റ് ജാഥാംഗങ്ങൾ പ്രസംഗിക്കുന്നു. അല്പസമയത്തിനകം ജാഥ എത്തിച്ചേരും. ഇന്ന് രാവിലെ ജില്ലാ അതിർത്തിയായ കറുകുറ്റിയിൽ എത്തിയ ജാഥയ്ക്ക് വലിയ വരവേൽപ്പായിരുന്നു ലഭിച്ചത്. CPM നേതാക്കൾ MC ജോസഫൈന്റെയും ജില്ലാ സെക്രട്ടറി P രാജീവിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ ചേർന്ന് ജില്ലാ അതിർത്തിയിൽ നിന്ന് ജാഥയെ സ്വീകരിച്ചാനയിച്ചു. തുടർന്ന് ആദ്യ സ്വീകരണ കേന്ദ്രം അങ്കമാലിയായിരുന്നു. ചുട്ടുപൊള്ളുന്ന ഉച്ചവെയിലിനെയും അവഗണിച്ച് ആയിരങ്ങളാണ് പിണറായിയെ സ്വീകരിക്കാനെത്തിയത്. വലിയ ആൾക്കൂട്ടം അവിടെയും ഉണ്ടായിരുന്നു. തുടർന്ന് അടുത്ത സ്വീകരണം ഉച്ചയ്ക്ക് ശേഷം പറവൂരിലായിരുന്നു. പറവൂരിലും ഉജ്ജ്വല വരവേൽപ്പായിരുന്നു എന്ന് തന്നെ പറയാം. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനും മുത്തുക്കുടകളും ഒക്കെയായി ഉത്സവാന്തരീക്ഷത്തിൽ ഒരു വരവേൽപ്പാണ് പറവൂർ പിണറായിക്കായി കാത്തുവച്ചിരുന്നത്. തുടർന്ന് അല്പം മുമ്പ് വൈപ്പിൻ മണ്ഡലത്തിന്റെ ഭാഗമായ ചെറായിലായിരുന്നു എത്തിയത്. ചെറായി തീരദേശ ഭൂമി അങ്ങേയറ്റത്തെ ഹൃദയവായ്പോടെ തന്നെ പിണറായിയെ സ്വീകരിച്ചു എന്ന് പറയാം. അതിനുശേഷം ഇപ്പോൾ ജാഥ മറൈൻ ഡ്രൈവ് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങേയറ്റം ഹൃദയവായ്പോടെ ആവേശത്തോടെ മലബാറിനെ പോലെ മധ്യ കേരളവും ഈ ജാഥയെ വരവേൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ശരി സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. നവകേരള മാർച്ച് അല്പസമയത്തിനുള്ളിൽ മറൈൻ ഡ്രൈവിലേക്ക് എത്തും. മലബാറിൽ കണ്ടതുപോലെ തന്നെ വ്യവസായ നഗരവും എറണാകുളം ജില്ലയിലും ഇതുവരെയുള്ള പര്യടനങ്ങൾ വൻ ജനനിബിഡമായ സ്വീകരണങ്ങളാണ് ലഭിച്ചത് എന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ സാലി മുഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു. വിവരങ്ങൾ, വിശദാംശങ്ങളുമാണ് സാലി മുഹമ്മദ് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. എൻഡോസൾഫാൻ ദുരിതബാധിതരായ മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കാസർഗോഡ് കാറടുക്ക കുണ്ടാറിലെ ശ്രുതിയുടെ ഭർത്താവ് ജഗദീഷാണ് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് അവശനിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബംഗളൂരു BDSന് പഠിക്കുന്ന ശ്രുതിയുടെ വിദ്യാഭ്യാസ ചെലവ് വഹിക്കാമെന്ന സർക്കാർ വാഗ്ദാനം നടപ്പാക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ശ്രുതിയുടെ ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. എൻഡോസൾഫാൻ ദുരന്തത്തിന്റെ വേദനകൾ അത്രയും ഏറ്റുവാങ്ങിയതാണ് ശ്രുതിയുടെ കുടുംബം. ക്യാൻസർ ബാധിച്ച് അമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. പൂർണ്ണ വികലാംഗിയായാണ് ശ്രുതിയുടെ ജനനം. ദുരന്തം ഏറെ ബാധിച്ച എൻമകജെ വാണിനഗർ സ്വദേശിനിയാണ് ശ്രുതി. എൻഡോസൾഫാൻ ദുരന്തത്തിന്റെ ദൈന്യത മാധ്യമങ്ങളിൽ പ്രതിഫലിച്ച ആദ്യ ചിത്രങ്ങളിലൊന്ന് ശ്രുതിയുടേതായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് ശ്രുതിക്ക് സ്കൂളിൽ ചേർന്ന് പഠിക്കാനായത്. മികച്ച മാർക്കോടെ +2 വിജയിച്ച ശ്രുതി കർണാടക സർക്കാരിന്റെ പ്രവേശന പരീക്ഷ പാസായി. ഇപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജിൽ BDS വിദ്യാർത്ഥിനിയാണ്. ബസ് ജീവനക്കാരനാണ് ഭർത്താവ് ജഗദീഷ്. ശ്രുതിയുടെ മെഡിക്കൽ പഠന ചെലവ് വഹിക്കുമെന്ന് സംസ്ഥാന സർക്കാർ നൽകിയ വാഗ്ദാനം നടപ്പായില്ലെന്ന് ജഗദീഷ് പറഞ്ഞു. അത് കോളേജിൽ ഫീസ് എടുക്കാനുണ്ട് സാർ. അതിപ്പോൾ ഗവൺമെൻറ് കൊടുക്കാറുണ്ട്. അതിപ്പോൾ കുറേ ആയി അതിൻ്റെ കുടിച്ചിട്ടാകുമ്പോൾ അവിടെ ഗവൺമെൻറ്റിന് കൊടുത്തിട്ട് അവിടെ അഡ്മിഷൻ ആയത്. ഇതുവരെയായിട്ട് എന്തോരം മറുപടി ഇല്ല. ഇന്ന് തരാം നാളെ തരാം അതൊന്നും മാത്രം പറയുന്നല്ലാതെ വേറൊന്നുമില്ല. ദരിദ്ര കുടുംബമാണ് ഇവരുടേത്. ഭാരിച്ച മെഡിക്കൽ പഠന ചെലവ് താങ്ങാൻ കഴിയാത്തതിലുള്ള പ്രയാസവും നിരാശയുമാണ് ആത്മഹത്യാശ്രമത്തിന് ജഗദീഷിനെ പ്രേരിപ്പിച്ചത്. കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ജഗദീഷ് അപകടനില തരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കതിരൂർ മനോജ് വധക്കേസിൽ CBI പ്രതി ചേർത്ത CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജന്റെ അപ്പീൽ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഫയലിൽ സ്വീകരിച്ചു. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാനായി ലഭ്യമാക്കണമെന്ന് ജസ്റ്റിസുമാരായ KT ശങ്കരൻ, KP ജ്യോതീന്ദ്രനാഥ് എന്നിവരടങ്ങുന്ന ബെഞ്ച് CBIക്ക് നിർദ്ദേശം നൽകി. പ്രാഥമിക വാദത്തിനായി അപ്പീൽ ഹർജി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി സെഷൻസ് കോടതി നിരസിച്ചതിനെ തുടർന്നായിരുന്നു P ജയരാജൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ജയരാജന്റെ അപ്പീൽ ഹർജി ഫയലിൽ സ്വീകരിച്ച ഡിവിഷൻ ബെഞ്ച് തിങ്കളാഴ്ച മുതൽ വാദം കേട്ടു തുടങ്ങും. തന്നെ പ്രതി ചേർത്തത് രാഷ്ട്രീയ ഇടപെടൽ മൂലമാണെന്നും കേന്ദ്ര സംസ്ഥാന ഭരണകക്ഷികളുടെ സമ്മർദ്ദമാണ് ഇതിന് പിന്നിലെന്നും അപ്പീൽ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ എതിരാളികൾ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത് തന്റെയും തന്റെ പാർട്ടിയായ CPIMന്റെയും സൽപ്പേര് കളങ്കപ്പെടുത്താനാണെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നു. ഒരു കൂട്ടം RSS BJP പ്രവർത്തകർ ഈ കേസിലെ ഒന്നാം പ്രതിയായ ശശിധരന്റെ നേതൃത്വത്തിൽ
1999 തന്റെ വീട്ടിൽ കടന്നുകയറി അതിക്രൂരമായി മർദ്ദിച്ചു. 50-ലധികം മുറിവുകൾ ഏറ്റെങ്കിലും തക്ക സമയത്ത് ചികിത്സ ലഭിച്ചതിനാൽ ജീവൻ രക്ഷപ്പെട്ടു. വികലാംഗനായാണ് ജീവിക്കുന്നത്. 1997 മുതൽ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗൺമാൻ തന്റെ ഓരോ നീക്കവും സസൂക്ഷ്മം വീക്ഷിക്കുകയും മേലുദ്യോഗസ്ഥനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പലതവണ ഗൺമാനെ ചോദ്യം ചെയ്തിട്ടും തനിക്കെതിരെ ഒരു തെളിവും ലഭിച്ചിട്ടില്ലെന്നും അപ്പീൽ ഹർജിയിൽ ജയരാജൻ ചൂണ്ടിക്കാട്ടി. കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ലഭ്യമാക്കണമെന്ന് ഡിവിഷൻ ബെഞ്ച് CBIക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജസ്റ്റിസുമാരായ KT ശങ്കരൻ, KP ജ്യോതീന്ദ്രനാഥ് എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് വാദം കേൾക്കുക. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്വവർഗരതി കുറ്റകരമാക്കുന്ന വിധിന്യായം സുപ്രീം കോടതി പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചു. 2013 സ്വവർഗരതി കുറ്റകരമാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധിക്കെതിരെ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജികൾ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കും. ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ അധ്യക്ഷനായ 5-അംഗ ബെഞ്ചാണ് നിർണായക തീരുമാനം എടുത്തത്. ദേശീയ സ്കൂൾ കായികമേളയിൽ കേരളം ചാമ്പ്യന്മാർ. തുടർച്ചയായ 19ാം തവണയാണ് കേരളം ചാമ്പ്യൻ പട്ടം നേടുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അരുൺ ചേരുന്നു. അരുൺ, എങ്ങനെയാണ് കേരളത്തിന്റെ പ്രകടനം പൊതുവെ മൊത്തത്തിൽ? അജിംഷാദ്, ആവേശോജ്വലമായ പ്രകടനം എന്ന് തന്നെ കേരളത്തെ ഏറെക്കുറെ ഒറ്റവാക്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ഇന്നത്തെ അവസാന റിലേ മത്സരങ്ങളും 800 മീറ്ററിലെ മത്സരങ്ങളും അക്ഷരാർത്ഥത്തിൽ ആവേശം വിതറുന്നത് തന്നെയായിരുന്നു. എന്തായാലും 19ാം തവണയും ദേശീയ സ്കൂൾ കായികമേളയുടെ കിരീടം കോഴിക്കോട് തന്നെ വെച്ച് അവർക്ക് സ്വന്തമാക്കാനായി, കേരളത്തിന് സ്വന്തം മണ്ണിൽ സ്വന്തമാക്കാനായി എന്നുള്ളത് ഏറെ അഭിമാനവും ആവേശവും നൽകുന്ന ഒരു കാര്യമാണ്. എന്തായാലും 39 സ്വർണവും 27 വെള്ളിയും 15 വെങ്കലവും അടക്കമാണ് കേരളത്തിന്റെ മെഡൽ ടാലി. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതലാണ്. എന്നാൽ നേരത്തെ കേരളം ആതിഥ്യം വഹിച്ച കൊച്ചി മീറ്റുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ തുലവും തുച്ഛവുമാണ്. കാരണം അന്ന് 48 സ്വർണം, 49 സ്വർണം അടക്കം 355 പോയിന്റ് ആയിരുന്നു കേരളത്തിന് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ 100 മീറ്റർ ചില മറ്റ് മത്സരങ്ങളിലൊക്കെ കേരളത്തിന്റെ താരങ്ങൾക്ക് എൻട്രി ഇല്ലാതിരുന്നതും സംസ്ഥാന തലത്തിൽ അവർക്ക് പ്രവേശനത്തിന് ഒരു യോഗ്യതാ മാർക്ക് വെച്ചതുമൊക്കെ ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പങ്കാളിത്തത്തിൽ ചില കുറവുണ്ടായിരുന്നു മത്സരാർത്ഥികളുടെ. അതുകൊണ്ടുകൂടിയാണ് ഇത്രത്തോളം മെഡൽ ടാലിയിൽ കുറവുണ്ടായത്. അല്ലെങ്കിൽ വലിയ മാർജിനിൽ തന്നെ കേരളം ദേശീയ കിരീടം ചൂടുമായിരുന്നു. എന്നാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടന്ന മത്സരങ്ങൾ, പ്രത്യേകിച്ച് 5ഓളം മത്സരങ്ങൾ ഏറെ ശ്രദ്ധേയമായ മത്സരങ്ങളായിരുന്നു. പ്രത്യേകിച്ച് 800 മീറ്റർ ജൂനിയർ ബോയ്സിലെ മത്സരങ്ങളും ഒപ്പം 4x400 മീറ്റർ സീനിയർ ഗേൾസിന്റെ റിലേയിലെ സ്വർണവും ഒക്കെ ഏറെ ആവേശം വിളരുന്ന മത്സരങ്ങളായിരുന്നു. കാരണം സാധാരണ മത്സരങ്ങളിൽ ഫോട്ടോ ഫിനിഷിംഗിലേക്കോ അല്ലെങ്കിൽ 1 or 2 മീറ്ററിൽ മാത്രം ലീഡ് നേടി ജയിക്കുകയായിരുന്നു എങ്കിൽ ഇത് ഏകദേശം 80 മീറ്ററോളം ഒക്കെ മറ്റു താരങ്ങളിൽ നിന്ന് 80 മീറ്ററോളം ഒക്കെ ദൂരത്തിൽ താരങ്ങൾ സമാനതകളില്ലാതെ ഓടി ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. കാരണം അത്രയ്ക്ക് ആധികാരികമായ ഒരു മത്സരമായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ താരങ്ങൾക്ക് വെല്ലുവിളി പോലും ഉയർത്താൻ കഴിയാത്ത തരത്തിൽ ആധികാരികമായ ഒരു വിജയം കൂടിയായിരുന്നു കേരളത്തിന്റെ. ശരി, അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. ദേശീയ സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ കേരളം അഭിമാനകരമായ നേട്ടം. വിശദാംശങ്ങളാണ് തത്സമയം ഞങ്ങളുടെ പ്രതിനിധി അരുൺ നൽകിയത്.